എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഒന്ന് ചിരിച്ചാത്ത മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചാട്ട് എല്ലാവരും ഒന്നും ചിന്തിക്കരുത്. നമ്മളൊന്നും ഒരു കാര്യം ചിന്തിക്കാതെ എല്ലാവരും ഒന്ന് ചിരിച്ചാട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടെൻഷനില്ലാതെ ജീവിക്കാനുള്ളൊരു മോട്ടിവേഷനാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യമുണ്ട്? എന്തെങ്കിലും കാര്യമുണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട്? ഒരു കാര്യവുമില്ല. ടെൻഷൻ അടിക്കൽ മാത്രമാണ്. അതിൽ നമ്മൾ എന്താവും? നമ്മളെ ആരോഗ്യം നശിക്കൂ, നമ്മുടെ സൗന്ദര്യം നശിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂല, പല രോഗങ്ങൾ വരും, ഹാർട്ട് അറ്റാക്ക് വരെ വരും ടെൻഷൻ അടിച്ചാൽ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കാൻ പാടില്ല. ടെൻഷൻ ഉണ്ടാവും, ശരിയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനായാൽ ആ മനുഷ്യനിക്ക് ടെൻഷനാണ് കൂടുതലുണ്ടാകുക. നമ്മൾ വിചാരിക്കുന്നല്ലേ, നമ്മൾ കുറേ ആൾക്കാർ ഗവൺമെൻറ് ജോലിയുണ്ട്, പിന്നെ വേറെ ജോലിയുണ്ട്, അങ്ങനെ ജോലിയുണ്ട്, ഒരുപാട് പൈസ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ വിചാരിക്കുന്നത് അവരൊക്കെ ടെൻഷനില്ലാത്ത ആൾക്കാർ. നമുക്ക് തെറ്റി. അവരെക്കാളും ടെൻഷൻ ഇല്ലാത്തവർ നമ്മളായിരിക്കും. കാരണം അവരെ ഉള്ളിൽ ഒരുപാട് ടെൻഷനുകളുണ്ടാവും, ഒരുപാട് റീസണുകളുണ്ടാവും അവരെ. കാരണം അവരെ ജോലി സ്ഥലത്ത് എല്ലാവരും എന്തുകൊണ്ടാണ് ടെൻഷൻ നമുക്ക് പടച്ചോൻ തന്നത്? പടച്ചവനെ ഓർക്കാൻ വേണ്ടി. പടച്ചവനോട് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ടെൻഷൻ കൊടുക്കും. നമുക്കിവിടെ മാത്രമല്ല ജീവിതം, 2 ജീവിതമുണ്ട്. ഒന്നിവിടെ, ഒന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാലുള്ളിടത്ത് ജീവിതമുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനീ ടെൻഷനായാൽ ചിലയാൾ തൂങ്ങുന്നു, ചിലയാൾ പുഴയിൽ വീണ്, എന്താവശ്യം? പ്ലീസ്, ഒരു കാര്യത്തിന് പരിഹാരം കാണാത്തൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, ഒരു പ്രശ്നമില്ല, പരിഹാരം കാണാത്തൊരു പ്രശ്നവും. നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? പടച്ചോന് വേണ്ടി മാത്രം. പടച്ചോൻ നമ്മളെ ഭൂമിയിൽ ഇറക്കിയത് എന്തിനാണ്? നമുക്കിങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അത് നമ്മളെ ബുദ്ധിക്കുറവ് കൊണ്ടല്ല. ബുദ്ധിയുള്ളവർക്കുമുണ്ട് പ്രശ്നങ്ങൾ, അവരെ ഉള്ളിലും പ്രശ്നങ്ങൾ. ഒന്നിക്കേണ്ട ഭാര്യ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മക്കളെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ. നമ്മൾ വിചാരിക്കും നമുക്ക് ബുദ്ധി